ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഫിജിയിലെത്തി. വിവിധ ഉഭയകക്ഷി ചർച്ചകളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന നിരക്കിലെ അമിത വർധനയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഗ്രസ് എംപി ജെപി മേത്തർ രാജ്യസഭയിൽ. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക്. ദുരിതബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം വിലയിരുത്തി. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത സാമ്പത്തിക സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഫിജിയിലെത്തി. ഫിജിക്ക് പുറമെ ന്യൂസിലൻഡ്, തിമോർ ലെസ്തെ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്. ഫിജി തലസ്ഥാനമായ സുവയിൽ രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കും. ഫിജിയൻ പാർലമെന്റിനെയും അഭിസംബോധന ചെയ്യും. തുടർന്ന് ന്യൂസിലാൻഡിലെത്തുന്ന രാഷ്ട്രപതി വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. വെല്ലിംഗ്ടണിൽ ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ തിമോർ ലെസ്സയിലെത്തുന്ന രാഷ്ട്രപതി തലസ്ഥാന നഗരമായ ഡിലിയിൽ ഉഭയകക്ഷി യോഗങ്ങൾ നടത്തും. തിമോറിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീമതി ദ്രൌപദി മുർമു സംവദിക്കും. ഫിജി തലസ്ഥാനമായ സുവയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിവിധ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. രാജ്യസഭയിലെ ശൂന്യവേളയിൽ വിവിധ വിഷയങ്ങളാണ് എംപിമാർ ഉന്നയിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന നിരക്ക് വൻതോതിൽ വർദ്ധിച്ചതായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപി ജെബി മേത്തർ ഉന്നയിച്ചു. സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമാണ് ഇതെന്നും സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അവർ പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്ന അഭയാർത്ഥികളുടെ വിഷയം ആശങ്കാജനകമാണെന്ന് ബിജെപി എംപി സമീക് ഭട്ടാചാര്യ അറിയിച്ചു. ഗ്രാമീണ മേഖലയ്ക്ക് നൽകിയ ധനസഹായങ്ങളിൽ വലിയ തോതിൽ വർധനയുണ്ടായതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി. 2014 7.3 ലക്ഷം കോടി രൂപ നൽകിയിരുന്നത് 2024 25.46 ലക്ഷം കോടിയായി വർദ്ധിപ്പിച്ചതായും അദ്ദേഹം ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്കു കീഴിൽ 4.26 ലക്ഷം കോടി രൂപയുടെ കാർഷിക വായ്പകൾ നൽകിയിരുന്ന സ്ഥാനത്ത് ഇത് 9.82 ലക്ഷം കോടിയായി ഉയർത്തിയതായും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കായി ചൂരൽമല പ്രദേശത്ത് കാണാതായവർക്കായുള്ള തിരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടന്നു. കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്ന് കൂടുതൽ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചാലിയാറിന്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പരിശോധന കാര്യക്ഷമമാക്കാൻ മീററ്റിൽ നിന്ന് കൂടുതൽ സൈനികരെയും പ്രത്യേക പരിശീലനം നേടിയ 4 നായ്ക്കളെയും എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തിരച്ചിൽ പുരോഗതി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഓൺലൈനായി യോഗം ചേർന്നു. ദുരിതബാധിതരുടെ പുനരധിവാസം, അതിജീവനം തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി കെ രാജൻ. തിരിച്ചറിയാത്ത 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും ഇന്ന് ഉച്ചയ്ക്ക് പുത്തുമലയിൽ സംസ്കരിക്കുമെന്നും അദ്ദേഹം ചൂരൽമലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ ഉച്ചവരെ അവസരമുണ്ടാകും. അതേസമയം ദുരന്തബാധിത മേഖലയിലെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാളെ വയനാട് സന്ദർശിക്കും. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത സാമ്പത്തിക സമ്മേളനം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനാണ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. സായുധ സേനകളിലെ ഏകീകരണവും സഹകരണവും ലക്ഷ്യമിട്ടുള്ളതാണ് സമ്മേളനം. പ്രതിരോധ മേഖലയിലെ പങ്കാളികളുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക, പ്രതിരോധ സംഭരണത്തിൽ നേരിടുന്ന വെല്ലുവിളികളിൽ പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. മഹാരാഷ്ട്രയിലെ പൂനെയിൽ 7 പേർക്ക് കൂടി സീക്ക വൈറസ് സ്ഥിരീകരിച്ചു. ഇതിൽ 5 പേർ ഗർഭിണികളും മറ്റു 2 പേർ 18ഉം 40ഉം വയസ്സുള്ള വ്യക്തികളുമാണ്. പൂനെ ജില്ലയിൽ ആകെ 72 പേർക്കാണ് ഇതുവരെ സീക്ക രോഗബാധ സ്ഥിരീകരിച്ചത്. കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകര പ്ലാവറത്തലയിൽ അനീഷിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇയാളുടെ സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ദിവസങ്ങൾക്ക് മുൻപ് മരിക്കുകയും പരിശോധനയിൽ മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കടുത്ത പനി തുടങ്ങിയതെന്ന വിവരം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ഇതേ കുളത്തിലിറങ്ങിയവരിൽ 3 പേർക്ക് കൂടി സമാന ലക്ഷണങ്ങളാണുള്ളതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, പശ്ചിമ ബംഗാൾ, സിക്കിം സംസ്ഥാനങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, പടിഞ്ഞാറൻ രാജസ്ഥാൻ, കിഴക്കൻ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ അടുത്ത 2 ദിവസം ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. പശ്ചിമ ബംഗാളിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ദുർഗാപൂർ ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട സാഹചര്യത്തിൽ നദിയുടെ കരകളിലുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഫെറി സർവീസും നിർത്തി. ദാമോദർ നദി കരകവിഞ്ഞതിനെ തുടർന്ന് 5570 ഹെക്ടർ കൃഷി നശിച്ചു. നിരവധി വീടുകളും റോഡുകളും തകർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ഉൾപ്പെടെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ജമ്മുകശ്മീരിലെ അഖ്നൂർ, സുന്ദർബാനി മേഖലയിലുണ്ടായ സംശയാസ്പദമായ നീക്കത്തെ തുടർന്ന് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സൈന്യം വെടിയുതിർത്തു. പ്രദേശത്ത് 2 സംഘം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സൈന്യം വെടിയുതിർത്തത്. മേഖലയിൽ ജാഗ്രത കർശനമാക്കി. തിരച്ചിൽ ശക്തമാക്കിയതായും സൈന്യം അറിയിച്ചു. ജമ്മുകശ്മീരിലെ സുരക്ഷാ കാരണങ്ങളാൽ അമർനാഥ് യാത്ര 1 ദിവസത്തേക്ക് നിർത്തിവച്ചു. അനുച്ഛേദം 370 റദ്ദാക്കിയതിന്റെ 5ാം വാർഷികമാണ് ഇന്ന്. ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരം കണക്കിലെടുത്താണ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചത്. അഖ്നൂരിലും ജമ്മുവിലെ മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ദിനാഘോഷങ്ങളുടെ ഭാഗമായി RS പുരയിൽ BJP സംഘടിപ്പിക്കുന്ന റാലിയിൽ കേന്ദ്രമന്ത്രി G. കിഷൻ റെഡ്ഡി മുഖ്യാതിഥിയാകും. അതിനിടെ കേദാർനാഥിൽ കുടുങ്ങിയ കുട്ടികളും രോഗബാധിതരുമടങ്ങിയ 94 പേരെ ദേശീയ ദുരന്ത പ്രതികരണ സേന രക്ഷപ്പെടുത്തി. വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചായിരുന്നു രക്ഷാദൌത്യം. പാരീസ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ വെങ്കല മെഡൽ പോരാട്ടത്തിനായി ഇന്നിറങ്ങും. വിജയിച്ചാൽ പുരുഷ ഷട്ടിലിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാകും ലക്ഷ്യ സെൻ. ടേബിൾ ടെന്നീസ് വനിതകളുടെ 16ാം റൌണ്ടിൽ ഇന്ത്യൻ ടീം ഇന്ന് മത്സരിക്കും. അത്ലറ്റിക്സ് വനിതകളുടെ 400 മീറ്റർ മത്സരത്തിൽ കിരൺ പാഹൽ മത്സരിക്കും. ഷൂട്ടിംഗ്, സ്കീറ്റ്, മിക്സഡ് ഇനത്തിൽ അനന്ത്ജീത് സിംഗും മഹേശ്വരി ചൌഹാനും ഇന്നിറങ്ങും. ഇന്നലെ നടന്ന ഹോക്കി മത്സരത്തിൽ ബ്രിട്ടനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം സെമി ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 2309 പോയിന്റ് ഇടിഞ്ഞ് 78,654-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 694 പോയിന്റ് നഷ്ടത്തിൽ 24,022-ലുമാണ് വ്യാപാരം തുടരുന്നത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,470 രൂപയും പവന് 51,760 രൂപയുമാണ് ഇന്നത്തെ വില. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 13 പോലീസുകാരുൾപ്പെടെ 90ഓളം പേർക്ക് ജീവഹാനി. പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പ്രഖ്യാപിച്ച കർഫ്യൂ തുടരുകയാണ്. അതേസമയം ഇന്ന് പ്രക്ഷോഭകാരികൾ ധാക്കയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഇന്നു മുതൽ ബുധനാഴ്ച വരെ ബംഗ്ലാദേശിൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തി. അനുനയ ചർച്ചയ്ക്കുള്ള സർക്കാരിന്റെ ക്ഷണം പ്രതിഷേധക്കാർ നിരസിച്ചിരുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാണ് ആവശ്യം. പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ത്യക്കാർ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യരുതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ G7 വിദേശകാര്യ മന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള്ള കമാൻഡർ ഫുആദ് ഷുക്കറിന്റെയും വധത്തെ തുടർന്നാണ് ആക്രമണ സാധ്യത പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഏതു സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഫിജിയിലെത്തി. വിവിധ ഉഭയകക്ഷി ചർച്ചകളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന നിരക്കിൽ അമിത വർധനയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഗ്രസ് MP ജെപി മേത്തർ രാജ്യസഭയിൽ. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക്. ദുരിതബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം വിലയിരുത്തി. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത സാമ്പത്തിക സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.